ബി.ജെ.പി മതം പറഞ്ഞാണ് വോട്ട് നേടുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. വളരെ അധികം നേട്ടങ്ങൾ കൈവരിക്കുന്നതിനെല്ലാം പിന്നിൽ ഈ വർഗീയത വിളമ്പിക്കൊണ്ടാണ് എന്നാണ് അവരുടെ ഭാഷ്യം. എൻ.ഡി.എയും ബി.ജെ.പിയും ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ? അത് രോഹിണി, നമ്മൾ പരാജയപ്പെടുന്ന സമയത്ത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറയും. തെങ്ങുംപുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവം, എനിക്ക് അദ്ദേഹത്തിനോട് സിമ്പതി മാത്രമേ ഉള്ളൂ. കാരണം അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു, ഭരതൻ്റെ ഫീലിംഗ്, രാമൻ്റെ ഫീലിംഗ്, എനിക്ക് ചിരി വരികയാണ്. നോക്കൂ, ഭാരത് ജോഡോ യാത്ര ഇന്ന് എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് അദ്ദേഹം പറയട്ടെ. ഈ ജാഥ എവിടെയാണ് സാർ? ഈ ജോഡോ യാത്ര നിങ്ങളുടെ എവിടെയാണ്? ഒന്ന് പറയാമോ? രണ്ട്, രോഹിണി ചോദിച്ചു, 2019 ഞങ്ങളുടെ സങ്കല്പത്ര നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ വികസനത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2019 ഇവിടുത്തെ ജനങ്ങൾ അതിനെ അംഗീകരിച്ചില്ലേ? ഭാരതീയ ജനതാ പാർട്ടി ഭൂരിപക്ഷത്തിൽ വന്നില്ലേ? ഭരണത്തിൽ വന്നില്ലേ? ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ വ്യക്തമായി സമൂഹത്തിന് മുമ്പിൽ കാണിച്ചുകൊണ്ടാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 2024 തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതും 2019 ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളിൽ നടപ്പിലാക്കിയ ഓരോരോ കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് രോഹിണി ഞങ്ങൾ വികസനം പറഞ്ഞുകൊണ്ടാണ് ചർച്ച ചെയ്യുക. രണ്ട്, ഞങ്ങൾ രാം മന്ദിർ എന്ന് പറയപ്പെടുന്ന കാര്യം ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ വ്യക്തമായി 15ാമത്തെ ഖണ്ഡികയിൽ ആദ്യത്തെ കാര്യമായി പറഞ്ഞിട്ടുള്ളതല്ലേ? ഞങ്ങളത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള കാര്യമല്ലേ? ഞങ്ങളത് നടപ്പിലാക്കി. അതിൽ ഇവർക്ക് പ്രയാസമുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇവർക്ക് അവസാനം ഉത്തരം മുട്ടുന്ന സമയത്ത് വർഗീയത വർഗീയത വർഗീയത. നിങ്ങളതിങ്ങനെ പറഞ്ഞ് നശിക്കുക എന്നല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി 50 കൊല്ലക്കാലത്തേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞത് എടുത്തു പറയുന്നു, 50 കൊല്ലക്കാലത്തേക്ക് തെങ്ങുംപുള്ളി നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഈ ഇന്ത്യ രാജ്യം ഭരിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയോ? ജനങ്ങൾ തിരസ്കരിച്ചു. ജനങ്ങൾക്കിത് വേണ്ട. കാരണം നിങ്ങളുടെ പാർട്ടിക്ക് ഒരു വ്യക്തമായ നിലപാടില്ലെന്ന്, വ്യക്തമായ നയമില്ലെന്ന്, വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു നേതാവില്ലെന്ന്. സ്വാഭാവികമായിട്ട് ഭരിക്കുന്ന ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നാടിനകത്തെ ജനങ്ങളുടെ ഓരോ പ്രയാസങ്ങൾക്കും അനുസരിച്ച് പഠിച്ച്, അത് കുട്ടികളുടെ കാര്യമായിക്കോട്ടെ, മുതിർന്നവരുടെ കാര്യമായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, ഇനി സ്ത്രീകളുടെ വിഷയമായിക്കോട്ടെ, ഏതെല്ലാം മേഖലകളിലാണോ ഒരു സർക്കാരിൻ്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ ആവശ്യമായിട്ടുള്ളത്, ആ മേഖലകളെ പരിപൂർണമായി നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഇന്ത്യയുടെ ബഹുമാനനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന കാലം 10 വർഷമായിട്ട് ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഒരു മാറ്റവും വന്നതായിട്ട് രോഹിണിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ വളർന്നു വരുന്ന യുവതലമുറയുടെ സ്റ്റാർട്ടപ്പ് പദ്ധതികളിൽ യാതൊരുവിധ മാറ്റങ്ങൾ വന്നതായിട്ട് രോഹിണിക്ക് തോന്നുന്നില്ല. ഇന്ത്യ മഹാരാജ്യം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഏത് മേഖലയിൽ സമ്പദ്ഘടനയിൽ അടക്കമുള്ള സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നു. അതിന്റെ വളർച്ച ഒരു കാരണവശാലും രോഹിണിക്ക് തോന്നുന്നില്ല. ഈ തെങ്ങുംപുള്ളിക്ക് ഒരിക്കലും തോന്നുന്നില്ല. സലീം മടവൂരിന് അത് മനസ്സിലാക്കുന്ന ആളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സലീം മടവൂർ അത്യാവശ്യം രാഷ്ട്രീയമൊക്കെ കൃത്യമായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന് പറയാൻ സാധിക്കില്ല. കാരണം അത് സാഹചര്യങ്ങളും രാഷ്ട്രീയ സാഹചര്യത്തിലും നരേന്ദ്രമോദിയെ ബഹുമാനിച്ചും അംഗീകരിച്ചും അവരുടെ കാഴ്ചപ്പാടുകളും വികസനവും ശക്തമായും വ്യക്തമായും കറക്റ്റാണെന്ന് അദ്ദേഹത്തിന് പറയാൻ സാധ്യമാകില്ലല്ലോ. തെങ്ങുംപുള്ളിക്ക് പിന്നെ ഇങ്ങനെ പറഞ്ഞേ പറ്റൂ. അത് പിന്നെ അദ്ദേഹത്തിന്റെ സാഹചര്യമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 10 വർഷമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ എടുത്ത തീരുമാനങ്ങളും നിങ്ങൾ നോക്കണം. ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ വർഗീയതയുടെ ഛായയുണ്ടോ? ഏതെങ്കിലും നിലപാടുകൾ, ഏതെങ്കിലും ഒരു പ്രപ്പോസൽ നടപ്പാക്കുന്ന സമയത്ത് ഇന്ന ജാതിക്കേ പറ്റുള്ളൂ, ഇന്ന വർഗത്തിനെ പറ്റുള്ളൂ, ഇന്ന മതത്തിനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക സർ. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക. ഞങ്ങൾ ഏതെങ്കിലും അധികാരത്തിൽ വന്നതിന് ശേഷം വർഗീയമായിട്ട് നിങ്ങൾ ഈ ആരോപിക്കപ്പെടുന്ന ഒരു വിഷയം ഇവിടെ നടന്നിട്ടില്ല. വികസനം എന്ന് പറയപ്പെടുന്ന സങ്കല്പത്തിന്റെ പുറകിലാണ് ഞങ്ങളുടെ യാത്ര. ആ വികസനം എന്ന് പറയപ്പെടുന്നത് ഭാരതത്തിനെ 1ാമത് ലോകരാഷ്ട്രങ്ങളിൽ എത്തിക്കാനുള്ള യാത്രയാണ്. ആദരണീയ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷവും ഈ ഭാരതത്തിന്റെ പിന്നോക്കാവസ്ഥയെ കൈപിടിച്ച് മുന്നോക്കാവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അത് എത്തിക്കാൻ പ്രാപ്തിയുള്ള ഒരെണ്ണം പോലും കാലം ഇത്രയായിട്ട് കോൺഗ്രസിൽ ഉണ്ടായില്ല എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം. അത് ഞങ്ങളുടെ വെക്കട്ട് വന്നിട്ട് കാര്യമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഈ വികസന കാഴ്ചപ്പാടുള്ള ഒരുപാട് ആളുകൾ വരിയായിട്ട് നിൽക്കുന്നുണ്ട് സാർ. അത് എല്ലാ സംസ്ഥാനങ്ങളിലും നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ അംഗീകരിക്കുമായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കാഴ്ചപ്പാട് ശരിയായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ വികസന രേഖ ശരിയായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ വികസന സ്വപ്നങ്ങൾ ശരിയായിരുന്നുവെങ്കിൽ, ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് നിങ്ങളുടെ വോട്ട് ഷെയർ എത്രയാ? നിങ്ങളുടെ സീറ്റ് ഷെയർ എത്രയാ? നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങളുടെ സീറ്റ് ഷെയർ എത്തിയ പ്രതിപക്ഷ നേതാവായി ഇരിക്കാൻ വേണ്ടുന്ന മിനിമം സീറ്റുകൾ പോലും നേടാനാവാതെ
മുഖം തിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോട് പറയുന്നു നിങ്ങളുടെ നിലപാട് ശരിയല്ല എന്ന്. ആദ്യം സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് കൃത്യമാക്കി അതിന് വേണ്ടുന്ന ഒരു നേതാവിനെ കണ്ടെത്തി ഈ നാടിനകത്ത് സംവദിക്കാൻ വരണം. ഞങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ ശരിയല്ലെങ്കിൽ നിങ്ങൾ ജനങ്ങളോട് സംവദിക്കേ. ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ വ്യക്തമായി പറ. ആദരണീയ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും ശരിയല്ല. അവർ നടത്തിയ വികസനങ്ങൾ ശരിയല്ല. അവർ സാധാരണക്കാർക്ക് എത്തിക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഇത്യാദി കാര്യങ്ങൾ അക്കമിട്ട് എണ്ണി പറഞ്ഞ് നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വോട്ടിന് വാ. 2024 തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടി അക്ബർ റോഡ് തുറന്നിട്ട് വന്നവരെയും പോയവരെയും ഒക്കെ പെട്ടിയിൽ കയറ്റി ഓടുന്നുണ്ടല്ലോ. ആ ഓടിയിട്ട് അധികാര കസേരയിലേക്ക് നിങ്ങൾ എത്തുമോ എന്ന് നോക്ക്. അതിനുശേഷം രോഹിണി ജനൻ TV ഉണ്ടാവുമല്ലോ. ദൈവം സഹായിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. തെങ്ങുംപുള്ളി നമുക്കപ്പം ചർച്ച ചെയ്യാം കൃത്യമായിട്ട്. നിങ്ങളുടെ ഈ വിഷമങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവും. അധികാര കസാരയിലേക്ക് കയറി വരാൻ പറ്റാത്തതും അവതരിപ്പിക്കുന്ന പരിപാടികളെല്ലാം പരാജയമാകും പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷമമാണ്. ആ വിഷമത്തിന് രാമനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടോ ഭരതനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടോ ലക്ഷ്മണനെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ ഞാൻ സ്വപ്നം കണ്ട അയോധ്യ ഇങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ അത് കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യും. അയോധ്യ എന്നത് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും ജാതി മത വർഗ വർണ്ണ വിവേചനമില്ലാതെ വളർന്നു വരുന്ന യുവതലമുറയെ അടക്കം കൂട്ടിപ്പിടിച്ചുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള ദിശാബോധമുള്ള ശൈലിയിലേക്ക് ഈ നാടിന്റെ വികസന സ്വപ്നങ്ങളെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരും. അതിൽ മതത്തിന് ജാതികൾ അല്ലെങ്കിൽ വിശ്വാസം ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, ദൈവവിശ്വാസം ഇഷ്ടമുള്ളവർക്ക് ദൈവത്തെ വിശ്വസിക്കാം. ഒരു പ്രയാസം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ക്രിസ്ത്യാനിക്കും എതിരല്ല, മുസ്ലിമിനും എതിരുമല്ല. ഞങ്ങൾ ഹൈന്ദവരെ മാത്രം സംരക്ഷിക്കുന്നു എന്ന ആരോപണവും ശരിയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിനകത്ത് വിശ്വാസികൾ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ, വിശ്വാസമില്ലാത്തവർ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കോട്ടെ. ഇന്ത്യക്കകത്തിരുന്നു കൊണ്ട് ഇന്ത്യയെ കൊഞ്ഞനം കുത്തുന്ന, ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന, ഈ നാടിനോട് മോശത്തരം കാണിക്കുന്ന ആളുകളെ തെങ്ങുംപുള്ളിയുടെ പാർട്ടികൾ കൂട്ടിപ്പിടിച്ച് കൊട്ടയിലാക്കി വന്നാലും ഞങ്ങൾ അതിനെ എതിർക്കും. അതിന് മാത്രമാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. 0% ടെററിസം. അത് പരിപൂർണമായി ഞങ്ങളുടെ ആപ്തവാക്യം തന്നെയാണ്. ഇവിടെ ഒരാൾക്കും ഏത് കോൺഗ്രസ് അതിനെ സംരക്ഷിച്ചാലും, ഏത് കോൺഗ്രസിന്റെ പാർട്ടിക്കകത്ത് അതിന് സംരക്ഷണം കൊടുക്കുന്ന പാർട്ടികൾ ഉണ്ടായാലും അതിനെ ശക്തമായി നേരിടാനുള്ള പ്രാപ്തി ഈ ഭാരതീയ ജനതാ പാർട്ടിക്കുമുണ്ട്, ഞങ്ങളുടെ സർക്കാരിനുമുണ്ട്. ഒരു സംശയലേശം പിന്നെ പറയാം. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന പാർട്ടിയാണ്, അതിനുള്ള പ്രാപ്തിയുള്ള പാർട്ടിയാണ്. അത് കണ്ടിട്ട് കണ്ണീരൊലിച്ച് നിന്നിട്ട് കാര്യമില്ല. തെങ്ങുംപുള്ളി നിങ്ങളിങ്ങോട്ട് പോരെ, നമുക്ക് ഭംഗിയായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അവിടെ നിന്നിട്ട് കാര്യമില്ല. ആ പാർട്ടി ഈ കേരളത്തിൽ പോലും അധപതിക്കാൻ പോവുകയാണ്. ഈ തെങ്ങുംപുള്ളി ഒരു കാര്യം കൂടി മനസ്സിലാക്കിക്കോ. വരാൻ പോകുന്ന നിയമസഭയിൽ തെങ്ങുംപുള്ളിയുടെ പാർട്ടി ഉണ്ടല്ലോ കോൺഗ്രസ്, ഈ കേരളത്തിലെ തകർന്ന് തരിപ്പണമാകുമെന്നുള്ളത് എഴുതി വെച്ചോ. തമ്മിൽ തല്ലി നശിക്കുകയും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ലാതെ വികസന സ്വപ്നങ്ങളില്ലാതെ ഈ കേരളത്തിൽ ഒന്നുമല്ലാതെ പോകുന്ന ഏക പാർട്ടി നിങ്ങളുടെ പാർട്ടിയായിരിക്കും തെങ്ങുംപുള്ളി. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കൃത്യമാക്കാൻ നോക്ക്. എന്നിട്ട് ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാഷ്ട്രങ്ങളിൽ ഇത്ര കൃത്യമായി വളർത്തി വലുതാക്കിക്കൊണ്ട് വന്ന വ്യക്തിയെ കുറ്റം പറയാമോ? ആദ്യം സ്വന്തം പാർട്ടി ഒന്ന് ശരിയാക്കുക സാർ. സ്വന്തം പാർട്ടിയുടെ തമ്മിൽ തല്ലുകളും അവിടുത്തെ കാഴ്ചപ്പാടുകളൊക്കെ ഒന്ന് കറക്റ്റാക്കുക. സലീം മടവൂരിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു ഞങ്ങൾ വർഗീയവാദികളാണ്. ഞങ്ങൾ സലീം മടവൂർ OBC പൊളിറ്റിക്സ് അങ്ങ് പറഞ്ഞു. ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി ആദരണീയ നരേന്ദ്രമോദിയാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത്. OBC രാഷ്ട്രീയം പറയുന്ന ബഹുമാനായ സലീം മടവൂർ അങ്ങ് അടിവരയിട്ടതൊന്ന് നോക്കണം. ആ OBC പൊളിറ്റിക്സ് അങ്ങ് കൃത്യമായും സത്യസന്ധമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ OBCക്കാരൊക്കെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വരുന്നുണ്ട് സാർ. പിന്നെ സലീം മടവൂരിനെ പോലെയുള്ള ആളുകളൊക്കെ ഭാവിയിൽ ഈ ഒരു പ്രത്യയശാസ്ത്രവും ഈ പ്രവൃത്തിയും ഈ വികസനവും ഒക്കെ നല്ലതാണെന്ന് പറയേണ്ട ആളുകളാണ്. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, ഈ വികസന സങ്കല്പത്തിൻ്റെ യാത്രയിൽ, ഈ വികസന യാത്രയിൽ നിങ്ങളും കൂടിയും കൈപ്പിടിച്ച് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. നിങ്ങൾ വാ, അടുത്ത 2024 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വികസന സങ്കല്പം എന്ന് പറഞ്ഞാൽ 2019 മികച്ചതായിരിക്കും. കാരണം ആ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി 2024 പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടിയുള്ള യാത്രയാണ്. അതിലൊക്കെ നിങ്ങൾ പങ്കാളികളാവണം. അല്ലാതെ വെറുതെ കൊഞ്ഞൊരു ബുദ്ധി സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. രോഹിണി. ശരി, ഡോക്ടർ മോഹൻ വർഗീസ്, എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ രാമരാജ്യം എന്നുള്ള ഒരു സങ്കല്പം, അയോധ്യ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് രാമജന്മഭൂമിയിലുണ്ടായ വികസനങ്ങൾ, ഇതൊക്കെ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടോ? കാരണം മോദി പ്രഭാവം തന്നെ വലിയൊരു തരംഗമായി നിൽക്കുമ്പോഴാണ് രാമതരംഗം കൂടി വരുന്നത്. അത് NDAക്ക് ഗുണം ചെയ്യും എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുമോ? ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്രയോഗമാണ് രാമരാജ്യം എന്നത്. അത് പലർക്കും പലതാണ്. അത് ഗാന്ധിജി വിഭാവനം ചെയ്യുന്ന രാമരാജ്യം,
അത് ഗാന്ധിജി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയുന്ന രണ്ട് വിഭാഗക്കാരുണ്ട്. അതുകൊണ്ട് ഈ ശ്രീരാമനെ മാറ്റി നിർത്തി ഇന്ത്യയുടെ ഒരു ദേശീയ വീക്ഷണത്തിൽ നോക്കുമ്പോൾ രാഷ്ട്രീയത്തെ അവലോകനം ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇന്ത്യയുടെ ഭൂരിപക്ഷ മതമായ ഹൈന്ദവ മതത്തിൻ്റെ സമാരാധ്യനായ ആരാധ്യ പുരുഷനായ ശ്രീരാമൻ ഒരുപക്ഷെ തീർച്ചയായും ആ ഒരു രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ജാതി മത വ്യത്യാസങ്ങൾക്ക് തന്നെ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അപ്പം ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷി ആ രാമക്ഷേത്രം സ്ഥാപിക്കും എന്ന് പ്രോമിസ് ചെയ്തുകൊണ്ട്, ഇലക്ട്രൽ പ്രോമിസ് ചെയ്തുകൊണ്ട് ആ മൂവ്മെൻറ്റ് നയിക്കുകയും അത് സാക്ഷാത്കരിക്കുകയും അജണ്ടയുടെ ഭാഗമായി വരികയും അത് പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് വരികയും ഈ 3 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണല്ലോ നൽകിയത്. അതിലൊന്ന് ആർട്ടിക്കിൾ 370 എടുത്തുകളയും, 2 യൂണിഫോം സിവിൽ കോഡ് എന്നത് നടപ്പാക്കും, 3 അയോധ്യയിൽ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം പണിതിരിക്കും. അങ്ങനെ ഈ വാഗ്ദാനങ്ങൾ പാലിക്കുന്ന കക്ഷി എന്ന നിലയിൽ ഒരുപക്ഷെ ചിലർക്കെല്ലാം ഈ വാദഗതികളോട് വിയോജിപ്പുണ്ടാകാം, ഈ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിയോജിപ്പുണ്ടാകാം. സെക്യുലർ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ശ്രീരാമക്ഷേത്രത്തിന് ഗവൺമെൻറ്റിൻ്റെ തലവനായ പ്രധാനമന്ത്രി എങ്ങനെയാണ് അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങൾ തർക്കമുണ്ടാകാം. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ്. പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വോട്ട് ലഭിക്കുന്നത്. അങ്ങനെ വോട്ട് ലഭിച്ച് ഭൂരിപക്ഷം ലഭിച്ച് അധികാരത്തിലെത്തുമ്പോൾ അത് നടപ്പാക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി രോഹിണി ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. രാമരാജ്യം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിന് ഈ സങ്കുചിതമായ ഒരു വീക്ഷണമാണോ വിശാലമായ വീക്ഷണമാണോ എന്നതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഒരു സങ്കുചിതമായ അർത്ഥത്തിൽ ഹൈന്ദവരുടെ മാത്രം വികാരങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സർക്കാർ നയിക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിലാണ്. പക്ഷേ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടെ വർഗീയതയ്ക്കും വംശീയതയ്ക്കും പ്രാദേശികതയ്ക്കും എല്ലാം അധികാര പ്രമത്തതയ്ക്കും എല്ലാം അതീതനായ ഒരു ഐഡിയൽ റൂളർ അതായിരുന്നല്ലോ ശ്രീരാമൻ. അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടം ശ്രീരാമൻ പ്രതിനിധാനം ചെയ്ത ചില സംശയത്തിന് അതീതമായ അധികാര ഘടനകൾ, വിതരണാത്മകമായ അധികാര ഘടനകൾ, ഡീസെൻട്രലൈസ്ഡായ അധികാര ഘടനകൾ, അധികാരം കുത്തകയാക്കാതെ ഇരിക്കുക, എല്ലാവരുടെയും കാരണം വികാരങ്ങളെ കണക്കിലെടുക്കുക. അപ്പം അങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വം എങ്ങനെ പെരുമാറണമോ അതാണ് രാമരാജ്യം. ഈ രീതിയിലാണല്ലോ മഹാത്മാഗാന്ധി പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രാമരാജ്യത്തിന് ഒരു പ്രതീകാത്മകമായി ഒരു രാമപ്രതിഷ്ഠ സംഭവിക്കുന്നു. അതിനുശേഷം ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന ഒരു സംസ്കാരം ഉണ്ടാകുന്നു എങ്കിൽ അത് നല്ലതാണ്. തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിനും പ്രയോജനപ്പെടും. കാരണം ഉൾക്കൊള്ളലിൻ്റെയും സമവാക്യത്തിൻ്റെയും സംയോജനത്തിൻ്റെയും ഒരു സംസ്കാരം ഇവിടെ വരുന്നു എങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിൽ നിന്ന് വരുമ്പോൾ അത് വളരെ കൗതുകകരമായ കാര്യമാണ്. അപ്പോൾ അതിന് സാധിക്കണം, ഭാരതീയ ജനതാ പാർട്ടിക്കും അത് സാധിക്കണം. അത് മാത്രമല്ല രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ശ്രീരാമൻ എന്ന ഒരു പേര് അല്ലെങ്കിൽ രാമരാജ്യം എന്ന ഒരു വാഗ്ദാനം ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല BJPക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് വിമർശനങ്ങൾക്ക് അതീതമായി, വിമർശനം ഉണ്ടാവും സ്വാഭാവികമാണ്, പക്ഷേ അതിനതീതമായി പ്രവർത്തനത്തിലൂടെ ഉൾക്കൊള്ളലിൻ്റെ സമവായത്തിൻ്റെ ഒരു അന്തരീക്ഷം കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഈ വിഘടിച്ച് നിൽക്കുന്ന വിവിധ വിഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ രോഹിണി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹൈന്ദവ സമുദായത്തിലെ വൈവിധ്യങ്ങളാണ് അല്ലേ. അവിടെ OBC-കളാണ്, 50%-ലധികം OBC-കളാണ്. മുന്നാക്ക വിഭാഗക്കാർ ഒരു 20% താഴെ വരുന്നുള്ളൂ. പിന്നെ മറ്റ് വിഭാഗക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ വിഭാഗങ്ങളെ എല്ലാം ഒരുമിപ്പിക്കുന്ന ഒരു ഫാക്ടർ കൂടിയാണ് ഭഗവാൻ രാമൻ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പിന്നാക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയം വേറൊരു രീതിയിൽ കൊണ്ടുപോകണം എന്ന രീതിയിലാണ് ഇപ്പോൾ നറേറ്റീവ് വരുന്നത്. അതിനെ നമ്മൾ ഒരു ഷുഗർ കോട്ടഡ് വേർഡിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. സോഷ്യൽ ജസ്റ്റിസ് ഫോഴ്സസ്, സാമൂഹ്യ നീതിയുടെ ഫോഴ്സസ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ ന്യായ യാത്ര എന്നാണല്ലോ രണ്ടാമത്തെ യാത്ര പറയുന്നത്. അവിടെ നീതി സങ്കല്പം, അവിടെ 3 തരം നീതിയെക്കുറിച്ചാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ ജസ്റ്റിസ്, ഇക്കണോമിക് ജസ്റ്റിസ്, പൊളിറ്റിക്കൽ ജസ്റ്റിസ്, അത് ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്ന നീതി സങ്കല്പം. ഈ നീതി സങ്കല്പം നടപ്പാകണമെങ്കിൽ സംവരണം ഉണ്ടാകണം, ജാതി സംവരണം ഉണ്ടാകണം. അതിന് ഒരു പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി ജാതി സെൻസസ് ഉണ്ടാകണം. അപ്പോൾ ഈ മതത്തിൽ അധിഷ്ഠിതമായ ഒരു ദേശീയതയ്ക്ക് ബദൽ
ബദലായി ജാതിയിൽ അധിഷ്ഠിതമായ ഒരു വേറൊരു നറേറ്റീവ് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പോൾ ഈ രണ്ട് ഓപ്പറേഷൻ സിസ്റ്റം തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഒരു പക്ഷേ 2024 തെരഞ്ഞെടുപ്പിൽ വരാനിരുന്നത്. പക്ഷേ ആ ഒരു നറേറ്റീവ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന പ്രധാന വിഷയം വന്നത് ഇന്ത്യ മുന്നണിയുടെ ഒരു ശിഥിലീകരണവും ഈ പാർട്ടികൾ വിട്ടുപോകുന്നതും. അങ്ങനെ വരുമ്പോൾ ഈ ജാതി സെൻസസ് എന്ന ആശയം തന്നെ കൊണ്ടുവന്ന, സോഷ്യൽ ജസ്റ്റിസ് ആശയം തന്നെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന ശ്രീ നിതീഷ് കുമാർ ഇപ്പോൾ BJP പാളയത്തിലേക്ക് ചേരുമ്പോൾ ആ ഒരു നറേറ്റീവിന് തന്നെ വലിയ പ്രസക്തി ഇല്ലാതെ വരികയാണ്. അതുകൊണ്ട് രാമരാജ്യത്തിന് ഒരു ഉൾക്കൊള്ളലിൻ്റെ സ്വഭാവം വന്നാൽ അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതിനെ ഒരു പൊളിറ്റിക്സിന് അതീതമായി ഇതിനെ കാണേണ്ട ആവശ്യമുണ്ടെന്ന് തന്നെയാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത്. അതെ, ശ്രീ സലിം മടവൂർ, ഈ ഇന്ത്യ മുന്നണി രൂപീകൃതമായതിനു ശേഷം ഏകദേശം 6 യോഗങ്ങളോളം കൂടിയിട്ടുണ്ട്. എന്തായാലും ഇനി തുടർ യോഗങ്ങൾ വേണ്ടതുണ്ട്. അതുമാത്രമല്ല, എത്തരത്തിൽ കരുത്തരാകാം എന്നുള്ളതും നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ തന്നെ വോട്ടേഴ്സ് നോക്കുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ വലിയ രീതിയിലുള്ള ശിഥിലീകരണങ്ങളൊക്കെ നടക്കുകയാണ്. ഒരാൾ ജയിച്ചാലും തോറ്റാലും ഞങ്ങൾക്ക് അവസാനം ആത്യന്തികമായി ഞങ്ങളുടെ വിജയമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജയിക്കാമെങ്കിൽ പോലും പ്രാദേശികമായിട്ട് എങ്ങനെയായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ പ്രാദേശിക ജയപരാജയങ്ങളൊക്കെ എത്രത്തോളം ഓരോരുത്തരെയും ബാധിക്കുമെന്നുള്ളത് നോക്കിക്കാണേണ്ടുന്ന ഒരു വസ്തുതയായി തന്നെ അവശേഷിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇന്ത്യ മുന്നണി എങ്ങനെ ശക്തിപ്പെടുത്താമെന്നാണ് കണക്ക് കൂട്ടുന്നത്? അതിനു മുമ്പായിട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പൊ നേരത്തെ BJPയുടെ ശ്രീ ഉല്ലാസ് പറഞ്ഞതിന്, അതായത് പിന്നോക്ക രാഷ്ട്രീയവും ജാതി സെൻസസും രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് വലിയൊരു പ്രശ്നമായി ഉയർന്നു വരുമ്പോഴാണ് ഈ നിതീഷ് കുമാർ ഒരിക്കലും ഞങ്ങൾ ഇനി NDA മുന്നണി കൂട്ടില്ല എന്നും അദ്ദേഹത്തെ വടിയടച്ച് പിണ്ടം വെച്ച് ഇനി അങ്ങോട്ട് അടുപ്പിക്കാനില്ല എന്ന് പറഞ്ഞ ആളെ BJP വീണ്ടും കൊണ്ടുപോയി മുഖ്യമന്ത്രി ആക്കണമെങ്കിൽ വിജയപ്രതീക്ഷയുള്ള ഒരു വിഭാഗവും തങ്ങളെ വഞ്ചിച്ച ആളെ തിരിച്ചു കൊണ്ടുവന്ന് ആ മുഖ്യമന്ത്രി പദത്തിൽ ഇരുത്തിയത് ഈ രാഷ്ട്രീയം, ജാതി സെൻസസും പിന്നോക്ക രാഷ്ട്രീയത്തെ ഭയപ്പെട്ട് ആ രാഷ്ട്രീയം ഇല്ലാതാക്കാനാണ് നിതീഷിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം പോയത് കൊണ്ടൊന്നും അത് അവസാനിക്കില്ല. ബീഹാറിൽ തേജസ്വി യാദവും RJDയുമാണ് അതിനുവേണ്ടി ശക്തമായി പ്രവർത്തിച്ചത്. ആ രാഷ്ട്രീയം അവിടെ ശക്തിപ്പെടും. ഇന്ത്യ മുഴുവനും, ഇപ്പൊ തെലങ്കാനയിൽ സെൻസസ് വരികയാണ്, കർണാടകയിൽ വരും, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വരും. അങ്ങനെ വരുന്ന സമയത്ത് പുതിയൊരു രാഷ്ട്രീയം ഉയർന്നു വരികയാണ്, OBC രാഷ്ട്രീയം. അത് ഇല്ലാതാക്കാൻ കഴിയില്ല. 2, രാമന്റെ പ്രതിപുരുഷന്മാർ നേരത്തെ പറഞ്ഞുവിടെ ചർച്ച വന്നു. രാമന്റെ പ്രതിപുരുഷന്മാർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യം മഹാത്മജിയാണ് എല്ലാം ത്യജിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച്. മറ്റൊന്ന് ജയപ്രകാശ് നാരായണനാണ്. ഒരു MP പോലും ആവാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ സാധ്യതയുണ്ടായിട്ടും അതും വേണ്ട എന്ന് വെച്ച് അഴിമതിക്കെതിരെ പ്രവർത്തിച്ച, ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ജയപ്രകാശ് നാരായണനെ ഇന്ത്യയിൽ രാമന്റെ ഒരു പ്രതിപുരുഷനായിട്ട് വേണം നമുക്ക് കാണാം. കർപ്പൂരി താക്കൂറിനെ, അദ്ദേഹം മുഖ്യമന്ത്രി പദം വേണ്ടാന്ന് വെച്ച ഒരു ഘട്ടത്തിൽ മരിക്കുന്ന സമയത്ത് ഒരു തുണ്ട് ഭൂമി പോലും ബാക്കി വെക്കാതെ ഒരു ജീവിതകാലം മുഴുവൻ ഒരു സോഷ്യലിസ്റ്റായി യഥാർത്ഥ, അതായത് അദ്ദേഹത്തിന് ഒരിക്കലും ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകാന് അദ്ദേഹത്തിന് ജീപ്പ് ഇല്ലാഞ്ഞിട്ട് ആരോടോ ജീപ്പ് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു 2 വട്ടം മുഖ്യമന്ത്രി ആയിട്ടും ജീപ്പ് ഇല്ലെങ്കിൽ ഇനി നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞു. ഒരു തമാശ കേട്ടിട്ടുണ്ട്, ഇന്ത്യ ടുഡേ ഞാൻ വായിച്ചു. അപ്പോ അത്ര കണ്ട്, അതായത് സ്വന്തം മകളുടെ വിവാഹം പോലും ഒരു കുടിലിൽ വെച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ അതിൽ പങ്കെടുക്കരുതെന്ന് സർക്കുലർ ഇറക്കിയ ഒരു വ്യക്തിയാണ് കർപ്പൂരി താക്കൂർ. സർക്കാർ ഉദ്യോഗസ്ഥർ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിൽ ആരെങ്കിലും പരസ്യമായി സർക്കുലർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ കർപ്പൂരി താക്കൂറാണ്. അപ്പൊ ഇതൊക്കെ അങ്ങോട്ട് പിടിച്ചെടുക്കും. ഇപ്പൊ കർപ്പൂരി താക്കൂറിന് BJPക്ക് വേണ്ടി, അതായത് ജീവിതത്തിൽ മുഴുവൻ വർഗീയതക്കെതിരെ നിലപാടെടുത്ത ഒരു രാഷ്ട്രീയമാണ് കർപ്പൂരി താക്കൂറിൻ്റെതൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് യഥാർത്ഥ രാമന്റെ പ്രതിപുരുഷന്മാർ. എന്നാൽ മറുഭാഗത്ത് രാമന്റെ പ്രതിപുരുഷനായി ശ്രമിക്കുന്ന ഈ നരേന്ദ്രമോദി, LK അദ്വാനി എന്ന് പറയുന്ന ഏറ്റവും വലിയ രാജ്യത്തെ BJPയെ വളർത്തി, അത് ഏത് ശരിയോ തെറ്റോ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യണം. അദ്ദേഹത്തെ മാറ്റി, മാത്രമല്ല അദ്ദേഹത്തിന്റെ പാർലമെന്റിൽ ആഫീസ് പോലും ഒരു ദിവസം പൂട്ടിക്കളഞ്ഞു, അപമാനിച്ചുകൊണ്ട്. എന്നിട്ട് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് അദ്ദേഹത്തെ വരണ്ട, വയസ്സ് കൂടി വീട്ടിലിരുന്നാൽ മതി, അടച്ചുമൂടി അവിടെ ഇരുന്നാൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. പിന്നീട് വിവാദമായപ്പോൾ ക്ഷണിച്ചെന്ന് പറഞ്ഞ് ഏതായാലും അദ്ദേഹം വന്നില്ല. അപ്പൊ ഈ നരേന്ദ്രമോദി രാമന്റെ പ്രതിപുരുഷനാണെന്നുള്ള ചിന്ത ഞങ്ങൾക്കില്ല. അത് ഞാൻ വേറെ വാക്ക് ഉപയോഗിക്കുന്നില്ല. രാമന്റെ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിജി, ജയപ്രകാശ് നാരായണൻ, കർപ്പൂരി താക്കൂർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അല്ലാതെ നരേന്ദ്രമോദി രാമൻ കേന്ദ്ര സർക്കാർ തന്നെയാണ്. ആണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ കൊടുത്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പിന്നോക്ക നിരന്തരമായി ആവശ്യപ്പെടുന്നു ഈ 100ാം വാർഷികത്തിന് കൊടുക്കണമെന്ന്. ബീഹാർ നിയമസഭാ കെട്ടിടത്തിന്റെ സെന്റിനറി ഉദ്ഘാടനത്തിൽ അവിടെ വെച്ച് ശ്രീ തേജസ്വി യാദവാണ് പരസ്യമായി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. യഥാർത്ഥ രാമന്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് ഭാരതരത്ന നൽകിയില്ലേ? അതെ, കൊടുത്തു. അത് RJD ആവശ്യപ്പെട്ടു.
തേജസ്വി യാദവ് കഴിഞ്ഞ അവിടുത്തെ നിയമസഭയുടെ തേജസ്വി യാദവാണ് ആവശ്യപ്പെട്ട കാര്യത്തിന് അംഗീകരിച്ചല്ലോ, അതല്ലേ നല്ല പൊളിറ്റിക്സ്. അംഗീകരിച്ചത് നല്ല കാര്യം. കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നിങ്ങൾ ആരുടെ ഔദാര്യമല്ല, അത് അവകാശമാണ്. ഇന്ത്യയിൽ ഒരാൾക്ക് ഭാരതരത്നം ഇന്ത്യയിൽ കൊടുക്കാൻ ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ഇത്തരം സോഷ്യലിസ്റ്റ് നേതാക്കൾക്കാണ്. കർപ്പൂരി താക്കൂർ ഔദാര്യമല്ല, അവകാശം അദ്ദേഹം കൊടുത്തിരിക്കേണ്ടതാണ്. നിങ്ങൾ ഇവിടെയൊക്കെ പലരെയും വെട്ടിയതുപോലെ അദ്ദേഹത്തെ വെട്ടിയില്ല എന്നുള്ളത് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന്റെ പേര് അതൊരു ഇന്ത്യയിൽ കൊടുക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനെ പരിഗണിക്കുകയാണെങ്കിൽ 2 തവണ മുഖ്യമന്ത്രിയായിട്ട് ഒരു തുണ്ട് ഭൂമിയില്ലാതെ മരിച്ച സർക്കാർ അഴിമതിയുടെ ഒരു പോറൽ പോലും ഏൽക്കാതെ മരിക്കുമ്പോഴും കീറിയ കുർത്തയുമായിട്ട് നടന്ന കർപ്പൂരി താക്കൂറിന്റെ എളിയ ജീവിതം നയിച്ച ആ വ്യക്തിയെ, അതായത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്വന്തം പിതാവ് ക്ഷുരക ജോലി ചെയ്ത, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് 1-2 ആർട്ടിക്കിൾ നേരത്തെ എഴുതിയിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം പറയുന്നത്. അപ്പോ അത്രയും മാതൃകാ രാഷ്ട്രീയക്കാരനായ കർപ്പൂരി താക്കൂറിന് നിങ്ങൾ ഇത് വലിയ സംഭവം, അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ്, BJPയുടെ ഔദാര്യമായിട്ട് കാണരുതെന്ന് പറഞ്ഞു. തീർച്ചയായും അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടത് തന്നെയാണ്. അതുപോലെ തന്നെയാണ് പലർക്കും പത്മ പുരസ്കാരങ്ങളും അവകാശപ്പെട്ടതാണ്. പിന്നെ ആ കാര്യം വരുമ്പോൾ മാത്രം അത് കേന്ദ്ര സർക്കാരിന്റെ ചില മോശം തീരുമാനങ്ങളായിരുന്നു എന്ന് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ കർപ്പൂരി താക്കൂറിനെ നിങ്ങൾക്ക് തള്ളി പറയാൻ കഴിയില്ല, കാരണം അവിടെ മറ്റൊരു ദേശീയ രാഷ്ട്രീയമുണ്ട്. പക്ഷേ കേരളത്തിനകത്തുള്ള ചില പത്മ പുരസ്കാരങ്ങളെ നിങ്ങൾക്ക് തള്ളി പറയണം, അതിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട്. അതല്ലേ വസ്തുത? അല്ല, കേരളത്തിന് നിങ്ങൾ എന്താ ചെയ്തത്? ഇവിടെ മമ്മൂട്ടിക്ക് അത് നിഷേധിക്കും. മമ്മൂട്ടിയുടെ ഞങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. മമ്മൂട്ടി അംബേദ്കർക്ക് ജീവൻ കൊടുത്ത ഒരു നടനാണ്, അംബേദ്കർക്ക് ജീവൻ കൊടുത്ത നടനാണ്. അപ്പൊ അംബേദ്കറും അതുപോലെ പിന്നോക്ക ദളിത് രാഷ്ട്രീയത്തോട് എന്നും BJPക്ക് പുച്ഛമാണ്. അത് ഞങ്ങൾക്കറിയാം. അത് ആ രാഷ്ട്രീയത്തിനോട് നിങ്ങൾക്കൊന്നും ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. പക്ഷെ അംബേദ്കർ ഏറ്റവും ഒരു മാന്യത എന്ന് പറഞ്ഞാല് ശ്രീ മമ്മൂട്ടിക്ക് പത്മഭൂഷണിന് വേണ്ടിയിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശിച്ചാല് അത് സ്വാഭാവികമായും കൊടുക്കുന്നതിന് പകരം രാജഭരണത്തിന്റെ പിന്തുടർച്ചക്കാർക്കാണ് പിന്നെ ഇവിടെ കൊടുക്കുന്നത്. അത്തരം അവാർഡുകളൊക്കെ തന്നെ ഇവിടെ കൊടുക്കാൻ മുൻഗണന കൊടുക്കുന്നത്. അതെല്ലാവരും വിമർശിക്കുന്നുണ്ട്, ശരിയായ രീതിയിലല്ല ചെയ്തിരിക്കുന്നതെന്ന്. എന്താണ് കാരണമെന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ കൂടുതൽ ചർച്ചയ്ക്ക് വരണം. ഇവിടെ എല്ലാം ഇപ്പൊ കേന്ദ്ര മന്ത്രിസഭയിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ന്യൂനപക്ഷങ്ങളില്ല, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പ്രാതിനിധ്യം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി എന്റെ ഒരു ധാരണ അനുസരിച്ച്. അപ്പൊ ഈ രൂപത്തിൽ അവിടെയാണ് BJPയുടെ പ്രതിനിധി പറയുന്നത് ഒരു വർഗീയത ഞങ്ങൾക്കില്ലാന്ന്. അപ്പൊ ഇന്ത്യയിലെ ഇത്രയും വലിയൊരു ജനവിഭാഗത്തിന്, ലോകത്ത് മുസ്ലിം ജനസംഖ്യയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യയിൽ ആ രാജ്യത്ത് ഒരു മുസ്ലിം പ്രതിനിധിയെ ക്യാബിനറ്റ് റാങ്കിൽ ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ BJP വർഗീയാണോ മതേതരാണോ എന്നുള്ളത് ചിന്തിക്കാൻ കഴിയല്ലോ. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, എന്തായാലും ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വർധന എന്നുള്ളത് വളരെ നിർണായകമായ ഒരു ഘടകം തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അറിയാം, പ്രധാന പ്രതിപക്ഷമായിരിക്കാനുള്ള യോഗ്യത പോലും നേടിയിട്ടില്ല എന്നുള്ളത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിന്നുകൊണ്ട് വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകണം. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ ഒരു ത്രിശങ്കു സ്വർഗത്തിലാകുന്ന ഒരു കാഴ്ചയല്ലേ കാണേണ്ടത്? അല്ല, അതിനു മുമ്പ് ഒരു കാര്യത്തിന് ഉത്തരം പറയാം. അതായത് ശ്രീ ഉല്ലാസ് അദ്ദേഹം പറയുന്നു ഈ സംവിധാനമാണ് വലുത്, നിതീഷ് കുമാർ ആരാധ്യനായ നേതാവാണ് എന്നൊക്കെ പറയുമ്പോൾ ദ ഹിന്ദുവിന്റെ ഒരു റിപ്പോർട്ടുണ്ട്. 2022 ബീഹാർ BJP ഘടകത്തിന്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് സാമ്രാട്ട് ചൗധരി അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. അത് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിതീഷ് ദ അപ്പസ്റ്റോലറ്റ് ഓഫ് ഗായറാം പൊളിറ്റിക്സിന്റെ അപ്പസ്തോലനാണ് നിതീഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. BJPയുടെ 2022 ബീഹാർ ഘടകം പ്രസിഡന്റിന്റെ പേര് സാമ്രാട്ട് ചൗധരി. ഇപ്പോ നിങ്ങൾ ഈ ജനം TV നിങ്ങളുടെ ഇതിന്റെ അടിയിൽ സ്ക്രോൾ ചെയ്യുന്നു, യൂട്യൂബിൽ ഞാൻ നോക്കിയപ്പോ കാണുകയാണ് 2 ഉപമുഖ്യമന്ത്രിമാരാണ് നിതീഷ് കുമാറിന്റെ മന്ത്രിസഭയിലുള്ളത്. അതിലൊന്ന് BJP പ്രതിനിധിയായുള്ളത് സാമ്രാട്ട് ചൗധരിയാണ്. നോക്കൂ, അതായത് ഗായറാം പൊളിറ്റിക്സിന്റെ അപ്പസ്തോലനാണ് നിതീഷ് കുമാർ എന്ന് 2022 പറഞ്ഞ അതേ സാമ്രാട്ട് ചൗധരി ഇതേ ആ അപ്പസ്തോലന്റെ കൂടെ അന്ത്യാത്താഴം കഴിക്കാൻ വേണ്ടി, ഡിന്നർ പങ്കിടാൻ വേണ്ടി ഉപമുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് രോഹിണി. അതിപ്പോ കോൺഗ്രസിന്റെ അവസ്ഥയും അങ്ങനെ തന്നെയല്ലേ? 1977 ജനസംഘത്തിന്റെ കൂടെ നിന്നവരൊക്കെ തന്നെയല്ലേ ഇപ്പോൾ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷി? അല്ല, ഈ ശിവസേനയോട് കൂട്ടുകൂടിയ ചരിത്രം മറക്കണോ? തെങ്ങുംപള്ളി ചർച്ച ചെയ്യണം. അതെ, മുംബൈയിൽ ശിവസേന എന്ന് പറയപ്പെടുന്ന വലിയ വർഗീയ പാർട്ടിയാണെന്ന് പ്രസംഗിച്ച് നടന്ന നിങ്ങൾ ശിവസേനയുടെ തോളിൽ കൈയിട്ട് നടന്ന ചരിത്രം ചർച്ച ചെയ്യണോ? തെങ്ങുംപള്ളി പറ. അല്ല, ഞാൻ പറയാമേ. അല്ല, ഉല്ലാസ് എന്റെ ടൈമല്ലേ, ഉല്ലാസിന്റെ ആ ചോദ്യം കേൾക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ AK ആന്റണി ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ കുറ്റം പറഞ്ഞ് പോയിട്ട് വീണ്ടും തിരിച്ച് മുഖ്യമന്ത്രിയാക്കിയില്ല സാർ. എന്താ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളും മിത്രങ്ങളും ഒന്നുമില്ല, അതൊക്കെ അതിന്റെ ഭാഗമാണ് സാർ. ഉല്ലാസെ വഴങ്ങ്, ഞാൻ ഉത്തരം പറയാം. നിതീഷിനെ കുറിച്ച് പറഞ്ഞ് കരഞ്ഞ് മതിയായില്ലേ സാർ?
അല്ലല്ല ഞാൻ പറയട്ടെ, കേൾക്കുന്നേ. എനിക്ക് വഴങ്ങാൻ ഒരു മടിയില്ല, നിങ്ങൾക്ക് വഴങ്ങി തരാം. നിങ്ങൾക്ക് നന്നായി പ്രസംഗിച്ചു. അങ്ങനെ ഞാൻ കരുതുന്ന ആളാണോന്ന് ഒരു 3-4 വർഷം മുമ്പുള്ള ജനത്തിന് ചർച്ച നോക്കിയാൽ മതി. അന്ന് തൊട്ട് ഇവിടെയൊക്കെ ഞാൻ ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വ്യക്തിപരമായിട്ടൊക്കെ പോയാൽ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പോകുന്ന ആളാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത് ബീഹാറിലെ നിതീഷ് കുമാറിനെ പറ്റി താങ്കൾ തെങ്ങുംപള്ളി വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ എന്താ പറഞ്ഞത്? തെങ്ങുംപള്ളി പോയിക്കോ. വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ ഇവിടെ എന്താ പറഞ്ഞത്? ഇല്ല ഇല്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ വ്യക്തിപരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിന്റെയും നിങ്ങളുടെ കണ്ണിന്റെയും പ്രശ്നം. അത് തന്നെയാണ് നിങ്ങളുടെ കോൺഗ്രസിനും ബാധിച്ചത്. അതിന് ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ 4 കൊല്ലം മുമ്പോ 5 കൊല്ലം മുൻപോ 16 കൊല്ലം മുമ്പോ 40 കൊല്ലം മുമ്പോ ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് എന്താ ആക്ഷേപിച്ചത്? നിങ്ങൾ ശിവസേനയുടെ തോളിൽ കൈയിട്ടതിനെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. AK ആന്റണിയെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അതോ നിങ്ങൾക്ക് വിരോധം ഉണ്ടാക്കിയതെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, എന്റെ കുഴപ്പമല്ല. ശരി ശരി ശ്രീ വസന്ത് തെങ്ങുംപള്ളി, എന്തായാലും നമുക്ക് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് കടക്കണ്ട. നമുക്ക് എന്തായാലും രാഷ്ട്രീയമല്ലേ ചർച്ചാ വിഷയം, അതിലേക്ക് വരാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ്, ഈ രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുവും മിത്രവും ഇല്ല. ശ്രീ തെങ്ങുംപള്ളി, നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. രാഷ്ട്രീയത്തിൽ സ്ഥായിയായ ശത്രുവും മിത്രവും ഒന്നുമില്ല ആർക്കും. അത് ആർക്ക് വേണമെങ്കിലും സ്വീകാര്യമാണ്. ഇപ്പോൾ NDAയുടെ ഭാഗമായിരുന്ന നിതീഷ് നിങ്ങളിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ സ്വീകരിച്ചു, തിരിച്ച് അവരും സ്വീകരിക്കുന്നു. അത് നമുക്ക് വിടാം. പക്ഷേ ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഭാവി സംബന്ധിച്ചാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസിന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരുന്നു. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തിൽ കൂടുതൽ സീറ്റുകൾ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രമുഖ ദേശീയ കക്ഷിയായി തന്നെ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസ് നേരിടുന്നത്. അതിൽ നിന്ന് കരകയറാൻ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇനി ശ്രമിക്കുക? അല്ലതെ കേൾക്കുന്നേ, ഇന്ന് രാജ്യത്ത് 2 പാർട്ടികളാണ്. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ സീറ്റെണ്ണമൊക്കെ മാറ്റി നിർത്തിയേക്കും. ബൂത്ത് ലെവൽ ഏജന്റുമാരുള്ള, ബൂത്ത് ലെവൽ പ്രവർത്തകരുള്ള, എല്ലാ ബൂത്തിലും ഒരാളെങ്കിലുമുള്ള പാർട്ടികൾ അത് കോൺഗ്രസും BJPയും തന്നെയാണ്. BJP RSSന്റെ പിന്തുണയോടെ കൂടിയാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അത് 2 പാർട്ടികളാണ്. സ്വാഭാവികമായി അവർക്ക് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവുമായി ഇതിനെ മുമ്പോട്ട് നയിക്കാൻ സാധിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇല്ല എന്നൊന്നും ആരും ഇവിടെ പറഞ്ഞില്ലല്ലോ. ആ മുന്നണി സംവിധാനത്തെ കൂട്ടിയൊരുക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വിട്ടുവീഴ്ചകൾ അത് കോൺഗ്രസ് ചെയ്യേണ്ടതായുണ്ട്, അത് ചെയ്യുന്നുമുണ്ട്. അത് മുമ്പോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. അപ്പൊ 2 സീറ്റുമായി പാർലമെന്റ് ഇരുന്നവരല്ലേ BJP. ഇന്നവർ 300-ൽ പരം സീറ്റുകളുമായി അധികാരത്തിൽ വന്നു. കോൺഗ്രസ്, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇന്ദിരാഗാന്ധി തോറ്റുപോയിട്ടില്ലേ? 2 വർഷത്തിനപ്പുറത്ത് ബീഹാറിലെ ബലുച്ചിയിൽ, ഇതേ ബീഹാറിലെ ബലുച്ചിയിൽ തന്നെയാണ് കേട്ടോ. ആ ബലുച്ചിയിലെ മൂവ്മെന്റിന്റെ ഭാഗമായി ഇന്ദിര തിരിച്ചു വന്നിട്ടില്ലേ, മടങ്ങി വന്നിട്ടില്ലേ? അപ്പൊ തോൽവിയും ജയവും ഒക്കെ കോൺഗ്രസ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, അതുണ്ടാവും. എന്തുകൊണ്ടാണ് ഉല്ലാസെ ഞാൻ ആ നിതീഷ് കുമാറിനെ വോട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നിതീഷ് കുമാറിനെ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ എന്താണ് ഇവിടെ പൊറുതി മുട്ടി അങ്ങേ അവിടെ തിരിച്ചു വന്നു, ഇനി മടങ്ങിപ്പോയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിതീഷ് കുമാറിനെ പറ്റി ഈ അവസരങ്ങളിലെ അപ്പസ്തോലൻ എന്ന് വിളിച്ചവർ തന്നെ ഇന്ന് നിതീഷ് കുമാറിന്റെ ഉപമുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞയാണ്. അപ്പോ നിതീഷ് കുമാർ, ഞാൻ പറഞ്ഞത് നിതീഷ് കുമാർ ഇന്ന് NDA സർക്കാരിന്റെ ഭാഗമായി മാറി. അവിടെ ഒരു NDA സർക്കാർ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ത്യ മുന്നണി തകർന്നു എന്ന് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം 14 തൊട്ട് 24 വരെയുള്ള 10 വർഷത്തിനിടയിൽ 5 തവണ BJPയിലേക്കും കോൺഗ്രസിലേക്കും മാറി മാറി നിന്ന് മുഖ്യമന്ത്രി പദം ആഗ്രഹിച്ച് മുഖ്യമന്ത്രി പദം മേടിച്ചെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ആളാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിന്റെ ചാട്ടം ഏതെങ്കിലും മുന്നണി സംവിധാനത്തിന്റെ തകർച്ചയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് അർത്ഥശൂന്യതയാണ് എന്നതിൽ യാതൊരു തർക്കവും വേണ്ട എന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾക്ക് പിന്നീട് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ആപ്പാണ്. ഇപ്പൊ കോൺഗ്രസ് കേരളത്തിൽ CPM-മായി ഒരുമിച്ച് മത്സരിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി പഞ്ചാബിൽ ഒരുമിച്ച് മത്സരിച്ചത്. അതാണ് ഇവിടുത്തെ സീറ്റ് ഷെയറിംഗിന്റെ യാഥാർത്ഥ്യം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പിന്നുള്ളത് ബംഗാളിലാണ്. ബംഗാളിൽ ഇനിയിപ്പോ ഇന്ത്യ മുന്നണിയായി മത്സരിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾക്കുള്ള 2 സീറ്റുകളിൽ സ്വാഭാവികമായും അവിടെ ജയിക്കുകയും മമതയുടെ സീറ്റ് ഷെയർ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ പോസ്റ്റ് പോൾ അലയൻസ് അത് വളരെ പോസിബിൾ ആണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീ ഉല്ലാസ് ബാബു, എന്തായാലും JDUവിന്റെ ചാട്ടം യാതൊരു തരത്തിലുള്ള ചലനങ്ങളും സൃഷ്ടിക്കില്ല എന്നാണ് ഇന്ത്യ മുന്നണിയുടെ കണക്കുകൂട്ടൽ. ശ്രീ ഉല്ലാസ് ബാബു, മറുപടി. ആദ്യം ശ്രീ രോഹിണി കർപ്പൂരി തക്കൂറിൻ്റെ കാര്യം പറഞ്ഞു ഇപ്പോൾ അതൊരു ജാതീയമായിട്ടുള്ള ഒരു ചെറിയ സൂത്രപ്പണിയുടെ ഭാഗമായിട്ടാണ് പറഞ്ഞത്. എങ്ങനെയാണ് സലീം മടവൂറിനത് പറയാൻ സാധിക്കുന്നത്? 1977 മുതൽ 1979 വരെയും 1970 മുതൽ 1971 വരെയും ഒക്കെ ബീഹാറിലെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തെ ഇത്ര കാലം സലീം മടവൂറിൻ്റെ പാർട്ടിയോടെ ഭരിക്കുന്നുണ്ടായിരുന്നില്ലേ?
കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നില്ലേ? അവരൊന്നും കോൺഗ്രസ് കേന്ദ്രത്തിലുണ്ടായിരുന്നില്ലേ? ഇവരൊന്നും അംഗീകരിച്ചില്ലല്ലോ. ഇവരൊന്നും കൃത്യമായിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ചോ? എന്നിട്ട് അംഗീകരിച്ച സമയത്ത് അപ്പോൾ അത് ജാതീയത. ഇവരുടെ രാഷ്ട്രീയം എന്താണ്? വികസനം. ഇത്ര നേരം സലിം മടവൂരോ തെങ്ങും പുളിയോ അവരുടെ വാക്കിൽ നിന്ന് ഒരു വാക്ക് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനത്തെ കുറിച്ച് ചർച്ച ചെയ്തോ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനം നടന്നിട്ടില്ല എന്ന് അവർക്ക് പറയാൻ സാധിച്ചോ? അവിടെയാണ് നമ്മുടെ വിജയം. ഇവർ പറയുന്ന ഈ മുന്നണി ഉണ്ടാക്കിയത് എങ്ങനെയാ? ഇവിടെ നടക്കുന്ന അധികാര സംവിധാനം എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണോ ഇവർ മുന്നണി ഉണ്ടാക്കിയത്? ആ മുന്നണി ഉണ്ടാക്കാനും ഇവർക്ക് നരേന്ദ്രമോദി വിരോധം ഊട്ടിയുറപ്പിച്ചിട്ട് വേണ്ടി വന്നു. അത് ഇങ്ങനെ ഊതിക്കാച്ചിയിട്ടാണ് ഇവർ ഈ വിരോധം ഉണ്ടാക്കിയിട്ട് ഈ മുന്നണി ഉണ്ടാക്കിയത്. നിങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയായിട്ട് ചാർജ് എടുത്ത വ്യക്തി നിതീഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അധീർ രഞ്ജൻ ചൗധരി എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ നേതാവ് മമതാ ബാനർജിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞു തരണോ? നിങ്ങളുടെ കോൺഗ്രസ് രാഷ്ട്രീയം ഈ ശിവസേനയെ കുറിച്ച് ഒരു കാലഘട്ടത്തിൽ പറഞ്ഞ ചരിത്രം ഞങ്ങൾ പറഞ്ഞു തരണോ? AK ആന്റണി ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ വിട്ടുപോയ സമയത്ത് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഞാൻ പാടിത്തരണോ? അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് മുഖ്യമന്ത്രിയായ സമയത്ത് കേരളം ആ വിഷയത്തെ ചർച്ച ചെയ്തോ? രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ് സാർ. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശക്തിയുമില്ല, സ്ഥിരം മിത്രങ്ങളുമില്ല. അത് പ്രായോഗികമായിട്ട് ചില സംവിധാനങ്ങളിൽ ചില ശൈലികളിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതിൽ നിങ്ങളുടെ രാഷ്ട്രീയം പരാജയപ്പെട്ടാൽ അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ കാഴ്ചപ്പാടില്ലാത്ത നേതാക്കന്മാർ ഉള്ളത് കൊണ്ടെന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് വളരെ വ്യക്തമാണ്. തെങ്ങും പുള്ളി സ്വപ്നം കാണുന്ന രാഷ്ട്രീയമല്ല ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സലിം മടവൂർ വിചാരിക്കുന്നത് പോലെ ജാതീയമായി, വർഗപരമായി, വർണ്ണപരമായിട്ട് വേർതിരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ശൈലിയുമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ നാടിനെ പിന്നോക്കാവസ്ഥയിലാക്കിയ കോൺഗ്രസ് അധികാര രാഷ്ട്രീയം കാലം മേറെയായി നശിപ്പിച്ചത് 10 വർഷം കൊണ്ട് 75% അതിന്റെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നടപ്പിലാക്കിയെടുക്കാൻ ഇനിയുള്ള കാലങ്ങൾ കൂടി BJP അധികാരത്തിൽ വരണം. വികസന സ്വപ്നങ്ങൾക്ക് ഏറ്റവും വലിയ രീതി അവലംബിച്ച രാഷ്ട്രീയ സംവിധാനമാണ് BJP. ഈ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ മഹാരാജ്യത്തിനെ ഏറ്റവും ഒന്നാമതാക്കി വളർത്തിയെടുക്കാനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ. ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ജോഡോ യാത്ര നടത്തിക്കോ. മിസ്റ്റർ തെങ്ങുംപള്ളി, ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ജോഡോ യാത്രക്കകത്ത് ആദ്യ ജോഡോ യാത്ര കാശ്മീരിൽ എത്തിയപ്പോ ചേട്ടനും അനിയറ്റും കൂടി മഞ്ഞെറിഞ്ഞ് കളിച്ചില്ലേ? ആ മഞ്ഞെറിഞ്ഞ് കളിക്കാനുള്ള സമാധാന അന്തരീക്ഷം ഉണ്ടാക്കിയത് ആദരണീയ നരേന്ദ്രമോദി അധികാര കസേരയിൽ വന്നിരുന്നതിന് ശേഷമാണ് എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് നല്ലത്. മഞ്ഞെറിഞ്ഞ് കളിച്ച രാഹുൽ ഗാന്ധിക്ക് ഓർമ്മയുണ്ട്. ജോഡോ യാത്ര നിങ്ങൾ തുടങ്ങിയത് മുതൽ ഈ നോർത്ത് ഇന്ത്യയിൽ എത്തിയ സമയത്ത് പ്രച്ഛന്ന വേഷം നടത്തിയ രാഷ്ട്രീയ പാർട്ടിയിലെ നിങ്ങൾ വിളിച്ച ഹിന്ദു ഭൂരിപക്ഷം വരുന്ന സ്ഥലത്ത് ആ രീതിയിൽ, ക്രിസ്ത്യൻ ഭൂരിപക്ഷം വരുന്ന സ്ഥലത്ത് ആ രീതിയിൽ സന്യാസിയാകുന്നു, പൂജ നടത്തുന്നു, വൻ പരാജയമായിരുന്നുവെന്ന് അതിനുശേഷം വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി മിസ്റ്റർ കോൺഗ്രസ് സംഘടനയുടെ ഒരു ഞങ്ങൾക്ക് ആവശ്യമില്ല. സലിം മടവൂരിന്റെ പാർട്ടിയുടെ ഒരു വക്കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആദരണീയ നരേന്ദ്രമോദിയും BJP സർക്കാരും ഈ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം ഇനിയും അത് തന്നെ ആവർത്തിക്കപ്പെടും. അന്നും തെങ്ങുംപുള്ളി ഉണ്ടാകും ഈ കരച്ചിലുമായി, അന്ന് സലിം മടവൂർ ഉണ്ടാവും ലെൻസുമായി. ജാതി ഏതാണ്, മതമേതാണ്, വർഗമേതാണ്, വർണ്ണമേതാണെന്ന് നോക്കാൻ ഈ സലിം മടവൂർ ഉണ്ടാവും. ജാതി നോക്കി നടന്നോ, നിങ്ങൾ മതം നോക്കി നടന്നോ, നിങ്ങൾ തമ്മിൽ തല്ലിച്ചോ, നിങ്ങൾ വർഗ വിവേചനം ഉണ്ടാക്കിക്കോ, നിങ്ങൾ വർഗീയത വളർത്തിക്കോ. ഭാരതീയ ജനതാ പാർട്ടിയും ഈ ആദരണീയ നരേന്ദ്രമോദിയും ഈ ഭാരതത്തിന്റെ വളർന്നു വരുന്ന സങ്കല്പങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് വികസന രാജ്യമുണ്ടാക്കാനുള്ള പ്രയത്നത്തിലാണ്. നിങ്ങൾ ജാതി മതമായി പോയിക്കോ, തെങ്ങുംപുള്ളി മതപരമായി നീങ്ങിക്കോ. ഞങ്ങൾ വികസനമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചാണ് ഞങ്ങളുടെ യാത്രയും. ആ യാത്രയ്ക്ക് തടസ്സം നിൽക്കാൻ മാത്രമുള്ള പ്രാപ്തി ബഹുമാനായ തെങ്ങുംപുള്ളി നിങ്ങളുടെ പാർട്ടിക്കില്ല. സലീം മടവൂരിന്റെ പാർട്ടിക്കും ജനിച്ചപ്പോഴില്ല, വികസന നേട്ടങ്ങൾ തന്നെയാണെന്നാണ് ഉല്ലാസ് ബാബു പറയുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, കേവലം 1 മിനിറ്റ് മാത്രമേ ഉള്ളൂ. NDA വ്യക്തമാക്കി കഴിഞ്ഞു അവർ ഏതു രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നുള്ളത്. ഇവിടെ തമ്മിലടി അതിരൂക്ഷമായിരിക്കുകയാണ് ഇന്ത്യ മുന്നണിക്കുള്ളിൽ. എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴെങ്കിലും ഒരു പോസ്റ്റ് ഇലക്ഷൻ അലയൻസിലേക്ക് കടക്കാനുള്ള സാധ്യത ഇന്ത്യ മുന്നണിക്കുള്ളിലുണ്ടോ, അതോ അവിടെയും ചില രാഷ്ട്രീയ ചേരിപ്പോരുകളും തിരികെ അധികാരത്തിനുള്ള വടംവലിയുമായി അവശേഷിക്കുമോ? 1 മിനിറ്റ്. പ്രീ ഇലക്ഷൻ കോയലീഷൻ എന്ന നിലയിൽ തന്നെയാണ് ഇന്ത്യ മുന്നണി ഒരു നറേറ്റീവ് മുന്നോട്ട് വെച്ചത്.
പക്ഷേ ഇപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ ഒരു പ്രീ ഇലക്ഷൻ കൊയലേഷൻ സാധ്യമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. കാരണം ഘടകകക്ഷികൾ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ സീറ്റ് ഷെയറിംഗ് പോലും അസാധ്യമാകുന്ന, പ്രത്യേകിച്ചും 3 പ്രധാന സംസ്ഥാനങ്ങളിൽ ബംഗാളിലും ഡൽഹി പഞ്ചാബ് മേഖലയിലും കേരളത്തിലും ഒന്നും സീറ്റ് ഷെയറിംഗ് പോലും സാധ്യമല്ലാത്ത രീതിയിലും ബീഹാറിൽ ആ കൊയലേഷൻ തന്നെ തകർന്ന രീതിയിലും നിൽക്കുമ്പോൾ തീർച്ചയായും ഒരു പോസ്റ്റ് കൊയലേഷൻ സാധ്യതകളാണ് ഒരുപക്ഷെ ഇനിയും പരിഗണിക്കാനുള്ളത്. അതുകൊണ്ട് ഒരു പ്രീ ഇലക്ഷൻ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഇന്ത്യ മുന്നണി ജനറേറ്റ് ചെയ്ത വളരെ വലിയൊരു ഹൈപ്പുണ്ട്. ആ ഹൈപ്പ് പാതി വഴിയിൽ അസ്തമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയും പോസ്റ്റ് ഇലക്ഷൻ കൊയലേഷൻ എന്ന ഏക സാധ്യത മാത്രമേ ഇന്ത്യ മുന്നണിക്ക് മുമ്പിലുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ചർച്ചയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഒരു നേതാവിനെ പോലും തെരഞ്ഞെടുക്കാൻ കഴിയാതെ ഉഴലുകയാണ് ഇന്ത്യ മുന്നണി. കോൺഗ്രസ് ചരിത്രത്തിൽ ഇന്നുവരെ നേരിടാത്ത അവഗണന മുന്നണിക്കുള്ളിൽ നിന്നും തന്നെ നേരിടുന്നുമുണ്ട്. എന്തായാലും മോദി പ്രഭാവവും രാമതരംഗവും ഭാരതത്തിന്റെ വികസന നേട്ടങ്ങളും NDAക്ക് കൂടുതൽ കരുത്തു പകരുമ്പോൾ ഇന്ത്യ മുന്നണി ഈയാമ്പാറ്റകളെ പോലെ ചിറക് കരിഞ്ഞു വീഴുമോ എന്നുള്ളത് വരും തെരഞ്ഞെടുപ്പുകൾ തെളിയിക്കും. ജനം എഡിറ്റേഴ്സ് ചോയ്സ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.